സെക്ടർ ഇക്കോണമിയാണ്. അപ്പോൾ സെക്ടർ ഇക്കോണമിയിൽ നമുക്കറിയാം ഇവിടെ ഹൗസ് ഹോൾഡും ഫേംസും മാത്രമാണുള്ളത്. യാതൊരുവിധ ഇൻ്റർവെൻഷനും ഇല്ല. ഗവൺമെൻറ്റോ അതുപോലെ ഫോറിൻ സെക്ടേഴ്സൊന്നും ഇതിലില്ല. ഇവിടെ ആകെപ്പാടെ ഉള്ളത് ഹൗസ് ഹോൾഡും ഫേംസും ഉണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള ഫാക്ടർ സർവീസസ് ലൈക്ക് ലാൻഡ്, നമ്മുടെ കയ്യിൽ ഭൂമികളുണ്ടാവും, അതുപോലെ നമ്മുടെ കയ്യിൽ ലേബർ ഉണ്ടാവും, സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടാവും, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുണ്ട്. ഈ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഹൗസ് ഹോൾഡ് ഫേംസിനേക്ക് കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഫേംസ് തിരിച്ച് ഹൗസ് ഹോൾഡിനായിട്ട് നൽകുന്നു. അതുപോലെ ഈ ഹൗസ് ഹോൾഡ് നൽകിയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടർ സർവീസസ് ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് ഫേംസ് പകരം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡിന് നൽകുന്നു. ഇതിന് പകരം